Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഭിന്നശേഷിക്കാർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും അധികൃതർ തുടരുന്ന നിസ്സംഗ നിലപാട് തിരുത്തണമെന്ന് പരിവാർ ജില്ലാ കമ്മിറ്റി എടക്കരയിൽ നടത്തിയ ഉപവാസ സമരം ആവശ്യപ്പെട്ടു. അതിക്രമങ്ങൾ തുടർക്കഥയാവുന്നു, നിയമങ്ങൾ നോക്കുകുത്തിയാകുന്നു, വ്യവസ്ഥിതിയെ ഉണർന്നാലുമെന്ന മുദ്രാവാക്യവുമായാണ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ എടക്കരയിൽ ഉപവാസ സമരം നടത്തിയത്. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് നടത്തിയ സമരം പരിവാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മേജർ റിട്ടയർഡ് സുധാകർ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കുന്ന വാക്ക് കാരണം അതിൽ ബുദ്ധിപരിമിതരാണ് നമ്മളുടെ മക്കളൊക്കെ. അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് രണ്ട് വിഭാഗം ഭിന്നശേഷിയില് അംഗപരിമിതരും ബുദ്ധിപരിമിതരും രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിയമം ഉള്ളത്. ആ നിയമത്തിന്റെ വെളിച്ചത്തിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ എല്ലാ തലത്തിലും ഒരു വൈമനസ്യമുണ്ട്. ഒരു ഭിന്നശേഷി വ്യക്തിക്ക് ഒരു ജോലി കൊടുത്താൽ പോലും, ജോലി കിട്ടിയാൽ പോലും അവർക്ക് അവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. അങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകൾ പോലും ഇവരെ മാറ്റി നിർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ കടന്നു വന്ന കാലഘട്ടങ്ങളിൽ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റാത്ത കാലമായിരുന്നു, അവഗണനയായിരുന്നു. പരിഗണന എന്നൊരു വാക്കില്ല. പിന്നെ കുറച്ചൊക്കെ എന്തായി, അവഗണനയ്ക്ക് ശേഷം മാറി ഔദാര്യം എന്ന രീതിയിൽ ചില സംഘടനകളൊക്കെ, NGOs ഒക്കെ അല്ലെങ്കിൽ ചില ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ മുന്നോട്ട് വന്നത് മാത്രമേ ഉള്ളൂ ഈ ഭിന്നശേഷി വ്യക്തികൾക്ക് വേണ്ടി. വർദ്ധിച്ചു വരുന്ന ഭിന്നശേഷി അതിക്രമങ്ങളിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിയമപാലന സംവിധാനത്തിന്റെ ജാഗ്രത കുറവും നിസ്സംഗതയും മൂലം ചുങ്കത്രയിൽ നടന്നതുപോലുള്ള മനുഷ്യത്വരഹിതമായ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ പരിരക്ഷ നിഷേധിക്കപ്പെടുന്നത് ആശങ്കാജനകമാണെന്നും സമരക്കാർ പറഞ്ഞു. ഇത്തരം ഗുരുതര കുറ്റങ്ങളിൽ പോലും വ്യാജ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് ഇരയാക്കപ്പെട്ട ഭിന്നശേഷിക്കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയ നടപടി നിയമത്തിന്റെ അന്തസത്തക്ക് നിരക്കുന്നതല്ല. ഇത് ഭിന്നശേഷിക്കാരിലും അവരുടെ രക്ഷിതാക്കളിലും അങ്ങേയറ്റം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതും നീതിന്യായ വ്യവസ്ഥകളിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതുമാണ്. ചുങ്കത്തറ ഭിന്നശേഷി അതിക്രമത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ പോക്സോ കേസ് പിൻവലിക്കണമെന്നും ഉപവാസ സമര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഗാലിദ് അധ്യക്ഷത വഹിച്ചു. പരിവാർ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ പി കോയത്തി, ജില്ലാ കോർഡിനേറ്റർ സിദ്ദീഖ് കൊഴൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജാഫർ ചാളക്കണ്ടി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീധരൻ കോട്ടക്കൽ, MK അയ്യൂബ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ, സിജു കരുളായി, സിദ്ദീഖ് മാളിയക്കൽ, മഞ്ജു എടക്കര, സ്വാഗത സംഘം കൺവീനർ PD തോമസ്, ഷൌക്കത്ത് ചുങ്കത്തറ, മദർ വെറോണിക്ക, സ്പെഷ്യൽ സ്കൂൾ PTA പ്രസിഡന്റ് സിബു വാണിയംപുരക്കൽ, സുഹ്റ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.